ഫാഷൻ ഷോ, റേഡിയോ ജോക്കി, ആങ്കറിംഗ് തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലെ താരങ്ങളുടെ വിശേഷങ്ങളുമായി ഫെബ്രുവരി 1 രാത്രി 7 മണിക്ക് നേർരേഖ എത്തുന്നു. സ്വകാര്യ FM സ്റ്റേഷനുകൾ നിലവിൽ വന്ന കാലത്തെ ആദ്യ റേഡിയോ ജോക്കികളിൽ ഒരാളായ ദിവ്യ ശ്യാം, ഇരട്ടച്ചങ്കന്റെ മുന്നിൽ ചങ്ക് പിടിയാതെ നിന്ന ആങ്കർ MK നന്ദന, കൊസ്രാക്കൊള്ളിയിലൂടെ പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിക്കുന്ന നവീൻ പനങ്കാവ് എന്നിവർ മനസ്സു തുറക്കുമ്പോൾ തെളിയുന്നത് പരിമിതികളില്ലാത്ത പുതിയ കാലത്തെ സാധ്യതകളാണ്. സൈക്കിളിന്റെ ഡൈനാമോയുടെ വെളിച്ചത്തിൽ നാടകം കളിച്ച കാലം. നമ്മുടെ നാട്ടിലാകെ 2 സൈക്കിളുള്ള വീട് പുള്ളിക്കാരൻ്റെയാണ്. ആ ഡൈനാമോ വെച്ച സൈക്കിൾ, ആ സൈക്കിൾ ചവിട്ടിയിട്ടാണ് നമ്മുടെ മുഖത്തേക്ക് ലൈറ്റ് കൊണ്ടുവന്നിട്ടുണ്ടായത്. അങ്ങനെയാണ് നമ്മൾ ആദ്യമായിട്ട് പരിപാടി തുടങ്ങിയത്, വീട്ടിൻ്റെ മുറ്റത്തും ഒക്കെ ആയിട്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് പണ്ട് എടുത്തത് നമ്മൾ മാളാരവിന്ദിൽ പിന്നെ ഞാൻ ക്ലിപ്പിടും. അയ്യോ മഴയെന്നാൽ മുടിയില്ല, അയ്യോ. ആങ്കറിങ്ങിന് ആദ്യം വേദിയിലെത്തിയപ്പോൾ വരന്റെ പേരിന് പകരം പിതാവിന്റെ പേര് പറഞ്ഞ് തുടക്കം. അവിടെ പോയിട്ട് പിന്നെ ബ്രൈഡിനെയും ഗ്രൂമിനെയും വെൽക്കം ചെയ്യണം, അതിനു മുൻപ് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പൊ എനിക്ക് സ്റ്റേജ് ഫിയർ ഇല്ല, അപ്പോൾ ഞാൻ സ്റ്റേജ് കയറുന്നതുകൊണ്ട് സ്റ്റേജ് ഫിയർ ഇല്ല. പക്ഷെ ഇതെന്താണ് സംഭവം എന്ന് അറിയാത്തതിന്റെ ഒരു പേടി അതുണ്ടായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെ ചെയ്തു. അപ്പൊ ചെയ്തു കഴിഞ്ഞപ്പോ കിട്ടി. ആദ്യമായിട്ട് ആങ്കറിംഗ് ചെയ്തപ്പോ നമ്മുടെ ഗ്രൂമിന്റെ പേര് ഞാൻ മറന്നുപോയി, വേറെ ആളെ പേര്, ഗ്രൂമിന്റെ അച്ഛന്റെ പേര് പറഞ്ഞു. അതെന്റെ ഫസ്റ്റ് ആദ്യത്തെ അവസാനത്തെ ഒരു അബദ്ധമായിരുന്നു അത്. റേഡിയോ ജോക്കിയായി പ്രാങ്ക് ചെയ്യുന്നതിനിടയിൽ ലൈനിലുള്ള വ്യക്തി മകൻ ആക്സിഡന്റായി വിവരമറിഞ്ഞ് പോകുന്നയാളാണെന്ന് പറഞ്ഞപ്പോൾ പകച്ചുപോയ നിമിഷങ്ങൾ. ഞാൻ അതേസമയം ഒരാളെ ഇങ്ങനെ കോൾ ചെയ്യായിരുന്നു, പുള്ളിക്കാരൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പം ഞാൻ ആദ്യം ഫോൺ എടുത്തു, വിളിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. നമുക്ക് ഇവരെ പ്രാങ്ക് ആക്കാൻ വേണ്ടിയിട്ട് ഇവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പം ഞാൻ ഇങ്ങനെ അദ്ദേഹത്തെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അദ്ദേഹം പറഞ്ഞു, എൻ്റെ കുട്ടിക്ക് ആക്സിഡൻ്റ് ആയിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി എൻ്റെ മൈൻഡേ പോയി. ഈ മൂവർ സംഘത്തിന് പറയാനുണ്ട് അനുഭവങ്ങൾ ഏറെ. ആധുനിക കാലഘട്ടത്തിന്റെ കലാരംഗത്തെ പുതിയ സാധ്യതകൾ അറിയാൻ, താരങ്ങളുടെ ജീവിതമറിയാൻ കാണുക നേർരേഖ.